ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഡെലിവറിയുടെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കുറച്ച് ദിവസമായി. പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല കേട്ടോ. ആഫ്റ്റർ ഡെലിവറി ഇപ്പോൾ ഞാൻ നോക്കിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഡിസംബർ 23-നാണ് എൻ്റെ ഡേറ്റ്. അപ്പോൾ അതിൻ്റെ തലേദിവസം വൈകിട്ട് അഡ്മിറ്റ് ആവാൻ വരാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ അമ്മേനെ കൊണ്ടാക്കാനും പിന്നെ എന്നെ കാണാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അമ്മയും ഞാനും അഭിയേട്ടനും കൂടിയിട്ടാണ് തലേദിവസം അഡ്മിറ്റ് ആവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണത്. അപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെയാണ് എനിക്ക് മരുന്ന് വയ്ക്കുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കാണ് കേട്ടോ ബാക്കി എല്ലാവരും എത്തുക. അപ്പോൾ വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഡെലിവറിയുടെ ഈ ഡേറ്റ് വരെ എത്തുന്നുള്ളത്. മുന്നേ പെയിൻ വന്നിട്ട് പോകേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ആ ഒരു 7-ാം മാസം തൊട്ട് തന്നെ ഫുള്ള് ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. പ്രീ ടൈം ഡെലിവറി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ബെഡ് റെസ്റ്റ്, ഫുള്ള് എന്നും ഇഞ്ചക്ഷൻ, പിന്നെ മരുന്നുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു 9-ാം മാസം വരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഡെലിവറി ആയാലും കുഴപ്പമില്ലയെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടും എനിക്ക് പെയിനൊന്നും അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഡേറ്റ് വരെ യാതൊരുവിധ പെയിനും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ വരെ നല്ല പ്രശ്നങ്ങളായിരുന്നു. ഷോർട്ട് സർവീക്സ് ആയതിൻ്റെ ആ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ എനിക്ക്. ഞാനാണെങ്കിൽ B.Ed ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ പകുതിക്ക് വെച്ച് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ എത്തി. അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീയും പുൽക്കൂടുകളൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഓരോ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിസപ്ഷനിൽ സംസാരിച്ച് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അങ്ങനെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളൊരു സാധാരണ ഒരു ബേസിക് റൂം തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തത്. പിന്നെ ലേബർ സ്യൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലേബർ സ്യൂട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സൈമർ ഹോസ്പിറ്റലിലേക്ക് മെയിനായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. എൻ്റെ ഡെലിവറി ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റൂമിലെത്തിയപ്പോഴത്തേക്കും തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നേഴ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലഡ് എടുക്കാനായിട്ട്. പക്ഷേ എൻ്റെ 2 കൈയിലും മാറി മാറി കുത്തിയിട്ടും ബ്ലഡ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് ബ്ലഡ് മാത്രമേ കിട്ടുള്ളൂ. അവർ കുറേ നേരം നോക്കിയിട്ടോ, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വെയിൻ കിട്ടാണ്ട് വരിക, അതുപോലെ ബ്ലഡ് എടുക്കുന്ന സ്ഥലത്ത് കല്ലപ്പ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്ലഡ് കിട്ടാണ്ടായപ്പോൾ അവർ ക്യാനുല കുത്തി. അത് ശരിക്കും പിറ്റേ ദിവസം കുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബ്ലഡ് എടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തലേദിവസം തന്നെ ക്യാനുല കുത്തേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്നാണ് ബ്ലഡ് എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് കേദാർഗാന്ധിയെ പോയ ഉണ്ണിയുടെ പാപ്പൻ വിളിക്കണേ. അവനാണെങ്കിൽ ഡിസംബർ 24-ാം തീയതിയാണ് എത്തുള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെയും കഴിച്ചു. അപ്പോഴത്തേക്കും നഴ്സുമാർ വന്ന് ഉണ്ണിയുടെ ഗ്രാഫൊക്കെ നോക്കി, ഹാർട്ട് ബീറ്റും അതെല്ലാം നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം കിടന്നു കേട്ടോ. പക്ഷേ വേഗം കിടന്നെങ്കിലും ഉറങ്ങാനൊന്നും പറ്റിയില്ല. 3 മണി ആയപ്പോൾ നഴ്സുമാർ വന്ന് വിളിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴേ ഞാൻ ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഉറങ്ങി വന്നപ്പോഴത്തേക്കും എണീറ്റ് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വേഗം റെഡിയായി ലേബർ റൂമിൻ്റെ അവിടേക്ക് പോയിട്ടാ. അപ്പോൾ അവിടെ ആദ്യം ചെന്നപ്പോൾ ഉണ്ണിയുടെ ഗ്രാഫ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അതുല്യ ഡോക്ടറാണ് അവിടെ ഡ്യൂട്ടി ഡോക്ടറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുല്യ ഡോക്ടർ വന്നിട്ട് PV ചെക്ക് ചെയ്തു. PV ചെക്ക് ചെയ്തപ്പോഴാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഡയലേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അത്ര ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പിന്നെ ഡയലേഷൻ ആവാനായിട്ട് പെയിൻ വരാനായിട്ടുള്ളൊരു ജെല്ലും വെച്ചു, പിന്നെ ട്യൂബ് ഇട്ടു. ഇപ്പോൾ ട്യൂബ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ഡയലേഷൻ ആവാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ആ ട്യൂബ് കുറച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരും. ഡയലേഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് ഊരിപ്പോരാണ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് തന്നെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ ഒരു 8:30 ആകുമ്പോൾ പിന്നെ തിരിച്ച് ലേബർ റൂമിലേക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ റൂമിൽ പോയി ചായ കുടിക്കുക, പിന്നെ എനിമ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ റൂമിലേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പെയിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ചെറുതായിട്ട് പെയിനും പിന്നെ ട്യൂബ് ഇട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ലേബർ റൂമിലേക്ക് പോയപ്പോൾ
മുടിമ ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഊരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി മെടഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മുടിയൊക്കെ കെട്ടി തന്നു. അപ്പോഴത്തേക്കും അമ്മയുടെ അമ്മയും കസിനും അങ്ങനെ എല്ലാവരും എത്തി. നേരമൊക്കെ വെളുത്തൂട്ടാം. അത് കഴിഞ്ഞ് എനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സ്ക്വാട്ടിങ് ചെയ്യാം, നടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷേ അപ്പോഴത്തേക്കും ഉണ്ണിയുടെ ഗ്രാഫ് എടുക്കാനായിട്ട് നേഴ്സുമാർ വന്നു. അപ്പോൾ ഉണ്ണിയുടെ ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ട് ലേബർ റൂമിൽ കയറുന്നവരെ എന്തായാലും എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വാട്ടിങ് ചെയ്യലും നടക്കലൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ലേബർ റൂമിലേക്ക് പോയി. അപ്പോൾ ഞാനാണ് ആദ്യം കയറിയത്. അപ്പോൾ ഞാൻ കയറി, എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തന്നു. അവിടുത്തെ ആ ഒരു ഡ്രസ്സ് ഇടണം. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോഴത്തേക്കും അബിയേട്ടനും കയറ്റി. പിന്നെ ബാക്കി എല്ലാവരും പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ലേബർ സ്യൂട്ടിലേക്ക് തന്നെയാണ് കേട്ടോ കയറ്റിയത്. അപ്പോൾ ഇനി ബാക്കി അവിടുത്തെ വിശേഷങ്ങളാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.